തോമസ് ചെറിയാന് വിട നൽകുകയാണ് നാട്. ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇന്നലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചേർന്നാണ് മൃതശരീരം ഏറ്റുവാങ്ങിയത്. അവിടെ ആ നാട്ടിലുള്ളവർക്ക് സംബന്ധിച്ചും ഒരു വിയോഗമാണെങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നൊരു ആശ്വാസം കൂടിയുണ്ട്. എങ്ങനെയാണ് യാത്രയയപ്പ്? ഇന്ന് രാവിലെ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ജന്മനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇലന്തൂരിൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് അത് ഏറ്റുവാങ്ങുകയാണ്. അല്പം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വിലാപയാത്രയായി ഒഡാലിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നും ഏറെക്കുറെ 1.5 കിലോമീറ്റർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്കുള്ള ദൂരം. ഏറെക്കുറെ 11 മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 1.5 മണിക്കൂർ സമയം അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. അതിനുശേഷം കാരൂർ ഓർത്തഡോക്സ് വലിയ പള്ളിയിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. 1:30 അവിടെ മൃതശരീരം എത്തിക്കും. ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ക്ലമ്പിയസ്, അതോടൊപ്പം തന്നെ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ എന്നീ മെത്രാപ്പോലിത്തമാരുടെ നേതൃത്വത്തിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ ഉണ്ടാവുക. 2:30 സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇലന്തൂരിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ള മൃതശരീരം വിലാപയാത്രയായി വാഹനങ്ങളുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ഒക്കെ തന്നെ സന്നിധിയിലാകും കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകുക. 56 വർഷക്കാലം എന്നുള്ളത് സുദീർഘമായ രാജ്യത്തിൻ്റെ കരസേനയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവമായി കൂടി മാറുകയാണ്. വിമാനം തകർന്ന് കാണാതായ സൈനികരെ തേടി 56 വർഷം നീണ്ടുനിന്ന ഒരു തിരച്ചിൽ, അതാണ് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ ആ ശ്രമങ്ങളാണ് വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. തോമസ് ചെറിയാനെ കൂടാതെ മറ്റ് 3 പേരുടെ മൃതശരീരങ്ങൾ കൂടി ലഭ്യമായിരുന്നു. അന്ന് തന്നെ വൈകുന്നേരമാണ് ബന്ധുക്കളെ ഈ ആശ്വാസകരമായ വാർത്ത സൈന്യം അറിയിച്ചത്. അങ്ങനെ ദീർഘകാലം നീണ്ടുനിന്ന തിരച്ചിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സൈനികൻ എന്ന നിലയിൽ തോമസ് ചെറിയാന് ലഭിക്കുന്ന വലിയ ആദരമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമാണ്. തുടർന്ന് വന്ന വിശ്വാസക്രമം അനുസരിച്ച് തന്നെ പൂർവ്വപിതാക്കന്മാരുടെ അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലേക്ക് തന്നെ വന്നു ചേരാൻ കഴിയുക എന്നുള്ളത് വിശ്വാസപരമായി വലിയ ഒരു കാര്യമായി തന്നെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും കാണുകയാണ്. അങ്ങനെ ഒരു സൈനികന് രാജ്യം നൽകുന്ന മറ്റൊരു ബഹുമതിയായി കൂടി കണക്കാക്കപ്പെടുകയാണ് 56 വർഷം നീണ്ട തിരച്ചിലും അതിൻ്റെ അവസാന ഘട്ടത്തിൽ മൃതശരീരം ലഭ്യമായ സാഹചര്യവും. വിലാപയാത്രയായി തോമസ് ചെറിയാന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. 1968 വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരമാണിപ്പോൾ സ്വന്തം നാടായ പത്തനംതിട്ടയിലെ ഇലന്തൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കരസേനയിലെ EME വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് തോമസ് ചെറിയാനും സംഘവും സഞ്ചരിച്ചിരുന്ന വിമാനം ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ മഞ്ഞുമലയിൽ വെച്ച് കാണാതായത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തെരച്ചിൽ, ആ ദൗത്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്കിപ്പുറം കണ്ടെത്തിയത്. ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അഭിലാൽ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജനപ്രതിനിധികളുണ്ട്, കുറേയധികം നാട്ടുകാർ വന്നിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വികാരനിർഭരമായ നിമിഷങ്ങളാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം ഒരുപക്ഷെ അനുശോചനത്തിനൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. ഏറെക്കുറെ 115 കിലോമീറ്റർ ദൂരം പിന്നിടാൻ അധിക സമയം ഇല്ല. പക്ഷേ ഓമല്ലൂർ, അതായത് പട്ടാണത്തിനടുത്ത ഗ്രാമപ്രദേശം എന്നുള്ളത് ഓമല്ലൂരാണ്. അവിടെ നിന്നും ബന്ധുക്കൾ ഇതിൻ്റെ ഒപ്പം ചേരുകയായിരുന്നു. ശേഷം വഴിവക്കിലാകെ തന്നെ നാട്ടുകാർ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും കാത്തു നിൽക്കുകയായിരുന്നു. കിലോമീറ്റർ ഈ വാഹനം അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നതിന് 1 മണിക്കൂറിലേറെ സമയം വേണ്ടി വന്നു എന്നത് തന്നെ ഈ നാട് എത്രത്തോളം ആദരവോടുകൂടി ഈ സൈനികനെ അതിന് ആദരവ് അർപ്പിക്കാനും അതോടൊപ്പം തന്നെ അന്ത്യാദരം അർപ്പിക്കാനും കാത്തുനിന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. ഇനിയുള്ള 1 കിലോമീറ്റർ ദൂരം എന്നുള്ളത് അദ്ദേഹം ജനിച്ച് വളർന്ന മണ്ണിലേക്കുള്ള യാത്രയാണ്. നടന്നുപോയ വഴി
പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏറെ വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ആ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 1968 വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി, സംസ്കാര ശുശ്രൂഷകൾക്കായി നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പൂർണ്ണമായ സൈനിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ഇന്നലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജും പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ എല്ലാവരും ചേർന്നാണ് ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹത്തെ കാണാനില്ല എന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തെ കാണാതായത്. അദ്ദേഹത്തിനെ കാണാനില്ല എന്ന വിവരം പത്രത്തിലൂടെയും അത് കഴിഞ്ഞ് സൈന്യത്തിൻ്റെ ഒരു കമ്പി സന്ദേശത്തിലൂടെയുമാണ് കുടുംബം അറിഞ്ഞത്. ആ അറിഞ്ഞ നിമിഷം അച്ഛൻ കുഴഞ്ഞു വീണുപോയി, അമ്മ തളർന്നു വീണുപോയി എന്നൊക്കെ സഹോദരി ഓർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര വർഷങ്ങൾക്കിപ്പുറമാണെങ്കിലും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറകൾക്ക് സമീപം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കാൻ കഴിയുന്നതിൽ ഒരല്പമെങ്കിലും ആശ്വാസമുണ്ടെന്ന സഹോദരിയുടെ വാക്കുകളും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. തോമസ് ചെറിയാന് വിട നൽകാൻ ഒരുങ്ങുകയാണ് സ്വദേശം. സൈനിക ബഹുമതിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. സൈനിക ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക്, ജവാൻ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 56 വർഷം മുൻപ് വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന് യാത്രാമൊഴി നൽകുകയാണ് നാട്.